സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഞാൻ മാവേലി എക്സ്പ്രസ്സിന് കോഴിക്കോടേക്ക് മടങ്ങിയപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആ പുലർക്കാലെ ആ കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളകീറി ഭാസ്കര കിരണങ്ങൾ പുറത്തു വന്നിട്ടില്ലാത്ത ആ സമയത്ത് പതിനായിരക്കണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാക്ക് തന്നതുപോലെ പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാർ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക തങ്ങളുടെ മാറോട് അടക്കി പിടിച്ച് പ്രിയപ്പെട്ടവരെ ആ വണ്ടിയിൽ നിന്ന് എന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പോലും അനുവദിക്കാതെ എന്നെ കോരി എടുത്തുകൊണ്ട് അവരുടെ ചുമലിലേറ്റി എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു നിർത്തിയിരുന്ന ഒരു തുറന്ന വാഹനത്തിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് വടകരയിലേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോ ആ തുറന്ന വാഹനത്തിൽ എന്റെ പിന്നാലെ ആയിരക്കണക്കിന് വാഹനങ്ങളിൽ പതിനായിരക്കണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അനുധാവനം ചെയ്തപ്പോ ഞാനൊന്ന് എന്റെ മനസ്സിൽ കുറിച്ചിട്ടു, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തന്നെ ചെയ്യും എന്ന്. നമുക്കറിയാം, മുല്ലപ്പള്ളി ഇത് ഞങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് തന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ പറയുന്ന വസ്തുതകൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ദിവസം അദ്ദേഹം തോൽക്കും എന്ന പ്രതീക്ഷയിൽ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ പോലും 1,74,000 വോട്ടുകളെ എങ്ങനെയാണ് മറികടക്കുക? 1,32,454 വോട്ടുകൾക്ക് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷയർപ്പിക്കുക എന്ന അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞതുകൊണ്ട് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോവാതെ കോഴിക്കോട് ഒരു ലോഡ്ജിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ചാനലുകളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 റൗണ്ട് മാത്രം വോട്ടുകൾ എണ്ണാനിരിക്കെ 2 റൗണ്ടുകൾ മാത്രം വണ്ണാനിരിക്കെ 40,000-ൽ പരം വോട്ടുകൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയവും അല്പസമയത്തിനകം പ്രഖ്യാപിക്കും എന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മുല്ലപ്പള്ളി കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അവിടെ വിജയം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത് പുറത്ത് നിർത്തിയിരിക്കുന്ന ആ തുറന്ന വാഹനത്തിലേക്ക് കയറുമ്പോൾ നാദാപുരം നിയോജക മണ്ഡലത്തിന്റെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ചാർത്തിക്കൊടുത്ത ആ ഹരിതഹാരകം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഏറ്റുവാങ്ങി അദ്ദേഹം ആ വണ്ടിയിൽ കയറി നിൽക്കുമ്പോഴാണ് ഇന്ത്യ വിഷനിൽ നിന്ന് നികേഷ് കുമാർ വിളിക്കുന്നത്. നികേഷ് കുമാർ വിളിച്ചിട്ട് എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? കഴിഞ്ഞ 33 വർഷക്കാലം 3 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ കയ്യിൽ വെള്ളയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അഭൂതപൂർവമായ വിജയം കരഗതമാക്കി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു പോകുന്ന നിയുക്ത എം പിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മധുരമായ 2 തവണയിലെ പരാജയത്തിന് പകരം വെട്ടിക്കൊണ്ട് അത്യുജ്വലമായ 1,00,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമായ വടകരയിലെ പ്രതിനിധാനം ചെയ്ത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു പോകുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രേക്ഷക ലക്ഷങ്ങളുടെയും അഭിവാദ്യങ്ങൾ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മുല്ലപ്പള്ളി പറഞ്ഞു, ചോദിച്ചു കൊള്ളുക. എന്താ അദ്ദേഹം ചോദിച്ചത്? ഈ വിജയത്തിന്, വടകരയിലെ അത്യുജ്വലമായ വിജയത്തിന് നിങ്ങളുടെ നന്ദി, ആദ്യത്തെ നന്ദി ആരോടാ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ, ഒന്നമാന്തിച്ച് നിൽക്കുക പോലും ചെയ്യാതെ, ഒന്നോർത്തെടുക്കുക പോലും ചെയ്യാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, എൻ്റെ വിജയത്തിൻ്റെ ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നത് കേരള മുസ്ലിങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിലെ പൊന്നിൻ സിംഹാസനത്തിൽ ചെങ്കോലും കിരീടവുമില്ലാതെ അവരുടെ രാജ സുൽത്താനായി വാഴുന്ന കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരുമുറ്റത്ത് അവിടുത്തെ ഒരു വെള്ളി വെളിച്ചമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടാണ് എൻ്റെ ആദ്യത്തെ നന്ദി എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത? വിളിച്ചോതുന്നത് എം കെ രാഘവൻ, നിങ്ങളുടെ നാട്ടുകാരനായ, നിങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായ, നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ ബഹുമാന്യനായ എം കെ രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ 2,00,000-ൽ പരം വോട്ടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയമുറപ്പിച്ച മണ്ഡലത്തിൽ 800 വോട്ടുകൾക്കാണെങ്കിൽ പോലും എം കെ രാഘവൻ ജയിച്ചത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജയിച്ചതിന്റെ ഒരു പ്രധാന കാരണം കോഴിക്കോട് മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രം ജയിക്കുന്നതിന് വേണ്ടി ഏകദേശം 2,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടുന്ന വിധത്തിൽ മുറിച്ചുണ്ടാക്കിയ ഒരു മണ്ഡലം. അതുകൊണ്ടാണ് നിരവധി വർഷക്കാലം തങ്ങളുടെ കൂടെ നിന്ന എം പി വീരേന്ദ്രകുമാറിനെ നട്ടലിനെ ചവിട്ടിയിട്ട് പുറത്താക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് ധൈര്യം വന്നത്. ആ മണ്ഡലം ഫാരീസ് അബൂബക്കർ എന്ന് പറയുന്ന ആ പുത്തൻ പണക്കാരൻ പിണറായി വിജയനെ വിളിച്ച് എൻ്റെ ബന്ധുവായ ഫാരീസ് അബൂബക്കർ പറയുന്നു, എൻ്റെ ബന്ധുവായ റിയാസിന് അത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേവലം DYFIയുടെ ജില്ലാ പ്രസിഡന്റായ റിയാസിന്, സംസ്ഥാന പ്രസിഡന്റിന് കൊടുക്കാതെ, അഖിലേന്ത്യാ പ്രസിഡന്റിന് കൊടുക്കാതെ ആ കോഴിക്കോട് സീറ്റ് കൊടുത്തപ്പോൾ CPM ആണ്, പ്രവർത്തകന്മാരാണ് തീരുമാനിച്ചത് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറ്റിപ്പുറത്തേക്ക് പോവുക.
അങ്ങനെ വണ്ടിയിൽ വെച്ച് ഒരു സഖാവ്, ഒരു മുസ്ലിം സഖാവിനെ പരിചയപ്പെട്ടു. ഇങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂരിലെവിടെയാ? കണ്ണൂരിൽ ഇരിട്ടിക്കടുത്ത. ഇരിട്ടിയിലെവിടെയാ? ഞാൻ അങ്ങോട്ടൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതെവിടെയാ പോകുന്നേ? ഞാൻ പറഞ്ഞു, തവന്നൂർ വരെ പോവുകയാണ്. എന്താ പരിപാടി? അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നത്. മോൻ ഏതാ പാർട്ടി? ഞാൻ പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗാണ്. ഓ, മുസ്ലിം ലീഗാണല്ലേ? ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ വർഗശത്രുവാണ്, ഞാൻ CPM ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണൂരിലും വടകരയിലും കോഴിക്കോടും ഒക്കെ വല്ലാതെ പരാജയമായി പോയി അല്ലേ നമ്മുടേത്? നിങ്ങൾ എന്താ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു, അതുകൊണ്ട് നിങ്ങൾ തോറ്റു. നമുക്കതല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി, അതല്ല മോനെ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ നാട്ടിലൊരു അമ്മോശൻ മരണപ്പെട്ടു, മരുമോകൻ ബാംഗ്ലൂരിലാണ്. ഈ അമ്മോശനും മരുമോനും തമ്മിൽ നിത്യവും വഴക്കാണ്, എന്നും പ്രശ്നമാണ്. ഇയാൾക്ക് ഈ മരുമോകന് തന്നെ ഒരു കല്യാണം കഴിക്കാറായ കുട്ടിയുണ്ട്. ഈ കുട്ടി ഉണ്ടായിട്ടും ഈ മരുമോകൻ പഴയ സ്ത്രീധനത്തിൻ്റെ ബാക്കിക്ക് വേണ്ടി എന്നും ഈ അമ്മോശങ്കാൻ്റെ തലവേദന ഉണ്ടാക്കല. ഒരു സുപ്രഭാതത്തിൽ അമ്മോശങ്ക അങ്ങ് മരിച്ചുപോയി, എന്തോ ഒരു ദിവസം അങ്ങ് മരിച്ചുപോയപ്പോൾ ബാംഗ്ലൂരിലുള്ള മരുമകനെ വിളിച്ചറിയിച്ചു. മരുമകൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് മയ്യത്ത് കബറടക്കാം. മരുമകനെ വരുത്തിച്ചു. മകൻ വന്നു, മയ്യത്ത് കണ്ടു. എന്നാൽ കബറടക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറയാം, ഞാൻ പറഞ്ഞിട്ടെടുത്താൽ മതി. ഇവൻ പക തീർക്കുക അമ്മോശനോട്. ഞാൻ പറഞ്ഞിട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞു. തലേ ദിവസം മരിച്ചുപോയ മയ്യത്ത ഉച്ചവരെ വിട്ടില്ല. MLA പറഞ്ഞു നോക്കി. MLAയോട് പറഞ്ഞു, MLA നിയമസഭയിൽ ബാധിച്ചാൽ മതി, ഇത് എന്നോട് വേണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, നിങ്ങൾ ജനകീയാസൂത്രണം കുടുംബാസൂത്രണം ഒക്കെ നോക്കിയാൽ മതി, എന്നോട് പറയണ്ട. വാർഡ് മെമ്പർ പോയി പറഞ്ഞു, അയാളെയും തട്ടിവിട്ടു. കാളിയാർ മോനെ, ഇത് അള്ളാനെയും റസൂലിനെയും വിചാരിച്ച് നീ ഒന്ന് മയ്യത്തെടുക്കാൻ വിടും മോനെ എന്ന് പറഞ്ഞപ്പോൾ കാളിയാറോട് പറഞ്ഞ്, കാളിയാർ വയല് പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളുടെ വിഷയമാണ്, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. ഈ മനുഷ്യൻ പറയുക എന്നോട്, അവസാനം ആ നാട്ടിലെ വലിയ പോക്കരി ഈ മരുമോൻ്റെ തോളത്ത് കൈയിട്ട് വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി എന്തോ പറഞ്ഞു. ഇത് പറയേണ്ട താമസം പിന്നെ ഈ മരുമോൻ പിന്നെ എന്താണ് മയ്യത്തെടുക്കാത്ത, എവിടെ തുണി, എവിടെ പനനീർ, എവിടെ പഞ്ഞി എന്നൊക്കെ ചോദിച്ചു. ഇയാൾ തിരക്ക് കവറായിട്ടില്ലേ, മൂട്ടുപലി എവിടെയാ ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു തിരക്ക്. അപ്പോൾ MLA പോയിരിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരിക്കുന്നു, പഞ്ചായത്ത് മെമ്പർ പോയിരിക്കുന്നു. ബാക്കി കാളിയാറ് മാത്രം അവിടെ ബാക്കിയുള്ളത്. കാളിയാർ അവിടുത്തെ ഈ ഗുണ്ടയായ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ നീ ചെയ്തത്? നേരം വെളുത്തത് മുതൽ ഞങ്ങൾ MLAയും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഖത്തീബും കാളിയാറായ ഞാനും ഒക്കെ പറയുന്നു, എന്നിട്ടും ഈ മരുമകൻ പകയൻ സമ്മതിച്ചില്ല. നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ പോക്കിരി കാളിയാറോട് പറഞ്ഞ്, കാളിയാർക്ക ഞാനൊന്നും ചെയ്തില്ല. വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ചുമലിൽ കൈയിട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് 2 വർത്തമാനേ പറഞ്ഞുള്ളൂ. പള്ളിക്കാട്ടിലൊരു മയ്യത്ത്, ഒരു കബറ് കുഴിച്ചിട്ടുണ്ട്. ആ കബറിൽ എൻ്റെ മയ്യത്ത് വെക്കണോ അതല്ല എൻ്റെ അമ്മോശങ്കാൻ്റെ മയ്യത്ത് വെക്കണോ എന്ന് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും. അതിനിടയിൽ നീ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ എൻ്റെ മയ്യത്തായിരിക്കും അവിടെ വെക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇവൻ തിരക്കാക്കാൻ തുടങ്ങിയത്. അതുപോലെയാണ് മോനെ, ഞങ്ങൾ മര്യാദയുടെ വാക്ക് ഒരുപാട് പറഞ്ഞു നോക്കി. സഖാവ് പിണറായി വിജയനോടും ഈ പ്രസ്ഥാനത്തോടും മര്യാദയുടെ വാക്ക് പറഞ്ഞിട്ടോ അവർ മനസ്സിലാവാതെ വന്നപ്പോഴാണ് ഈ പോക്കിരി ഈ മരുമകന്റെ കയ്യിൽ തോളത്തിട്ടിട്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഭാഷയാണത്രേ കണ്ണൂരിലും വടകരയിലും കോഴിക്കോടും കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകന്മാർ തന്നെ ഇതിനെ മര്യാദ പഠിപ്പിച്ചു എന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. എത്രേ ഞങ്ങൾ നല്ല ഭാഷയിൽ പറഞ്ഞു. ഞങ്ങൾക്കും ചിലയിടത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നല്ല ഭാഷ മനസ്സിലാവാതെ വന്നപ്പോൾ ഈ പോക്കിരിയുടെ ഭാഷ ഈ ജില്ലയിലെ പലയിടത്തും മുസ്ലിം യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനും ഒക്കെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തങ്ങൾ തന്നെ പ്രയോഗിച്ചു എന്നാണ് ഈ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടങ്ങളിലൊക്കെ രാഘവൻ ജയിച്ചപ്പോഴും ആദ്യം പോയത് എങ്ങോട്ടാ? സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഓഫീസിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ പറഞ്ഞത്? ഒന്ന് പാണക്കാട് തങ്ങളെ ലൈനിൽ കിട്ടണം. പാണക്കാട് തങ്ങളെ വിളിച്ചു കൊടുത്തു. തങ്ങളെ വിളിച്ചിട്ട് വർത്തമാനം പോലും പറയാൻ കഴിയാതെ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊയ്ച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയങ്കരനായ MK രാഘവൻ എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഇന്ത്യൻ പാർലമെന്റിലെ നിസ്വാർത്ഥമായ അംഗമായിട്ടുള്ള MK രാഘവൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് തങ്ങളോട് പറഞ്ഞത്, ബഹുമാന്യനായ തങ്ങൾ, എന്റെ കോഴിക്കോടിലെ വിജയമുണ്ടല്ലോ, അങ്ങയുടെ പാദചരണങ്ങളിൽ ഞാനിതാ അങ്ങക്കായി സമർപ്പിക്കുന്നു എന്ന് ബഹുമാന്യനായ MK രാഘവൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ
ഇന്ത്യയിലെ പാർലമെന്റിൽ മുസ്ലിം ലീഗിനെ കാണില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് അദ്ദേഹത്തിന്റെ മലബാറിന്റെ മേഖലയിൽ ഞങ്ങൾ കൊടുത്ത ശിക്ഷയുടെ കാഠിന്യമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിന് നിങ്ങളുടെ പ്രവർത്തകന്മാർ, നിങ്ങളുടെ അനുഭാവികൾ, സാക്ഷാൽ CPM-ന്റെ പ്രവർത്തകന്മാർ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത. അത് കഴിഞ്ഞാണ് പിന്നെയും പ്രതികാരം പോവാതെ ഇങ്ങനെ കിടക്കുക ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തൊക്കെ കൃത്രിമ കാണിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരായിട്ടുള്ള 6200 ആളുകളുടെ, അവരുടെ അനുഭാവികളുടെ, അവരുടെ കുടുംബങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ കണ്ണൂരിൽ തള്ളിച്ചു. അങ്ങനെ 14,800 വോട്ടിന്റെ അധികം നിങ്ങൾ അവിടെ ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവിടെ ഉടനെ തന്നെ ഇപ്പോഴത്തെ സുഡാപ്പി എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, നേരത്തെ അവിടെ ബഷീർ പറഞ്ഞതുപോലെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ മത്സരിക്കണം. എന്താ തരിക? അതാണല്ലോ ചോദിക്കുക, എന്താ തരിക? തരുന്ന സംഖ്യ പറഞ്ഞു കൊടുത്തു. 25 ലക്ഷമാണെന്നും 50 ലക്ഷമാണെന്നും 2 കൗലുണ്ട്. പക്ഷെ 25 ലക്ഷത്തിൽ കുറയില്ല എന്ന കൗലിനാണ് പ്രധാനം. പിന്നെ കേസുകൾ മുഴുവനും പിൻവലിക്കാം. കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ കേസുകളും നിങ്ങളുടെ പിൻവലിക്കാം എന്ന്. പിന്നെ നിങ്ങളുടെ ഓരോ ദിവസവും വരുന്ന ചെലവുകൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു പഞ്ചായത്തിൽ ഒരു ജീപ്പുള്ളപ്പോ ഈ സുഡാപ്പി എന്ന് പറയുന്ന സംഘടനക്ക് 3 ജീപ്പ്. അവർ പറഞ്ഞത് എന്താ? സിപിഎമ്മിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് 2500 കേഡർമാരും അവരുടെ വീടർമാരും ഈ കേഡർമാരും വീടർമാരും കൂടി പിടിക്കുന്ന വോട്ടുകളും അടക്കം 12,500 വോട്ടുകൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ 12,500 വോട്ടുകൾ ചേർന്ന് കഴിഞ്ഞാൽ AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കഥ കഴിച്ചു കടത്തി കളയാം എന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്യുന്നു. എന്നിട്ട് അവിടെ സ്ഥാനാർത്ഥി വരുന്നു, മജീദ് ഫൈസി എന്ന് പറയുന്ന തൊപ്പിധാരി. തലയിൽ ഒരു വലത്തൊപ്പിയും പേരിന്റെ കൂടെ ഒരു ഫൈസിയും ഉണ്ടായാൽ 39% മുസ്ലിം വോട്ടർമാരുള്ള കണ്ണൂരിൽ ആ സമൂഹത്തെ അവിടെ നിന്ന് സ്വാധീനിച്ചു കളയാം എന്ന് കരുതി മജീദ് ഫൈസിയോട് കണ്ണൂരിലെ പ്രസ് ക്ലബിൽ വെച്ച് മീറ്റ് ദ പ്രസ് പരിപാടികൾ അവിടുത്തെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കണ്ണൂർ തിരഞ്ഞെടുക്കാൻ കാരണം? മജീദ് ഫൈസി പറഞ്ഞത് എന്താ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേഡർമാരുള്ളത് ഞങ്ങൾക്ക് കണ്ണൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേഡർമാരുള്ളത് കണ്ണൂരില. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ കേഡർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന അനുഭാവികളുള്ളതും കണ്ണൂരില. ഞങ്ങളുടെ 2 നിയോജക മണ്ഡലങ്ങളിൽ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലം എന്ന നിലക്ക് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ കണ്ണൂരിലേക്ക് വന്നിട്ടുള്ളത് എന്ന് SDPI എന്ന് പറയുന്ന ഈ സുഡാപ്പികൾ അവിടെ നിന്ന് ആ മജീദ് ഫൈസ് മറുപടി പറഞ്ഞപ്പോ പാർട്ടി അവിടുത്തെ പ്രവർത്തകന്മാർ ചോദിച്ചത്, ജയിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ജയിക്കുന്നതിന് വേണ്ടിയാണെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. ഇവിടെ പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചക്ക് കാര്യമില്ലാത്തതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ 12,000 ചുരുങ്ങിയത് 14,800 ചേർക്കപ്പെട്ടതും തള്ളിയതും കൂടെയുള്ള 14,800, അങ്ങനെ 26,800 വോട്ടിന്റെ വ്യത്യാസം. 26,800 വോട്ടിന്റെ വ്യത്യാസം. ആ വ്യത്യാസം നമുക്കറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ടുകൾക്ക് അധികം നേടി ബഹുമാന്യനായ സുധാകരൻ ജയിച്ചു പോയ ഒരു മണ്ഡലത്തിൽ 27,000-ഓളം വോട്ട് ഇവർ പിടിക്കുമ്പോൾ 4,000 വോട്ടുകൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികമായി വരുന്നു എന്ന് മാത്രമല്ല, MV ജയരാജനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 5,000 വോട്ടുകൾ വ്യക്തിപരമായി നേടാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ 10,000-നും അവിടെ 5,000-നും ഇടയിൽ വോട്ടുകൾക്ക് ജയിക്കാം എന്ന് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം കൗണ്ടിംഗ് നടക്കുന്ന നവംബർ 10-ാം തീയതി അതിരാവിലെ വരെ സ്ഥാനാർത്ഥി അടക്കം വിളിച്ചു പറഞ്ഞ ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2 ലക്ഷം. അതിൽ 1 ലക്ഷം കഴിഞ്ഞ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരപരാധവും ചെയ്യാത്ത ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തന്നെ